ദൈവനാമം മഹത്വപ്പെടട്ടെ. തീഷ്ണതയുള്ളവൻ എന്ന അർത്ഥത്തിൽ എരിവുകാരനെന്നും കനാനിനെന്നും അറിയപ്പെട്ട ആളാണ് ശീമോൻ. ഏറ്റവും തീഷ്ണതയുള്ള, തീവ്രവാദിയായ, ദേശാഭിമാനിയായ, എരിവുകാരനായ ശീമോൻ പിന്നീട് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായി തീർന്നു. തീഷ്ണതയേറിയ യേശുവിൻ്റെ പ്രസംഗങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും സാധുക്കളോടുള്ള കരുതലും ശീമോനെ യേശുവിലേക്ക് അടുപ്പിച്ചു. യേശുവിൻ്റെയും ശീമോന്റെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. എന്നിട്ടും യേശുവിൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായ ശീമോൻ മറ്റ് ശിഷ്യന്മാരെ പോലെ യേശുവിനെ അനുഗമിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് യേശുതമ്പുരാന്റെ ജീവിതത്തോട് സമരസപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഭൗതികമായതെല്ലാം താൽക്കാലികമാണെന്നും അക്രമമാർഗം അല്ല വിജയത്തിന് ആധാരമെന്നും ക്രിസ്തുവിൽ നിന്ന് മനസ്സിലാക്കിയ ശീമോൻ പിന്നീട് അങ്ങോട്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി സമർപ്പണം ചെയ്യുകയാണ്. യേശുവിൻ്റെ സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച ശ്ലീഹ പിന്നീട് രക്തസാക്ഷി മരണം വരിക്കുകയാണ്. ഭൗതികമായതെല്ലാം നീങ്ങിപ്പോകുമെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അക്രമമാർഗമല്ല വിജയത്തിൻ്റെ ഉപാധിയെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കണമെന്ന് ശ്ലീഹായുടെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.